ഇപ്പോൾ കുറച്ചായി ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തുകൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചു ഞാനും എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ്, അപ്പം രാവിലെ കണ്ണൻ എഴുന്നേറ്റ് പോയി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എണീറ്റപ്പോൾ 9 മണിയൊക്കെ ആയിട്ടോ. അങ്ങനെ മോൻ എണീറ്റപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. രാവിലെ ഞാൻ എണീറ്റപാടെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ചായ കുടിച്ചു. ദോശയും കടലക്കറിയും മുട്ടയൊക്കെ ആയിരുന്നു. അങ്ങനെ ചായയും കൂട്ടി അടുത്ത് കഴിച്ചു. പിന്നെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന സാധനമാണ്, ഒക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവനെ കൊണ്ടേ കുളിപ്പിച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് കുളിപ്പിച്ചത്. അങ്ങനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പം തുണിയില്ലാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവന് മുണ്ടുടുപ്പിച്ച് കൊടുത്തത്, തോർത്തുടുപ്പിച്ച് കൊടുത്തത്. അപ്പോൾ അവൻ പറയാം അവന് അവിടെ ചൊറിയുന്നുണ്ട്, ബാക്കിൽ ചൊറിയുന്നുണ്ട്. അത് ഇന്നലെ ഇവിടെ മാവിൽ ഫുള്ള് പുഴുവാണ് കേട്ടോ. അതിൻ്റെ രോമങ്ങാൻ ഇങ്ങനെ ജനലിൽ കൂടെ വന്നിട്ട് പുഴുവിൻ്റേത് പുഴുവാണോ എന്താണെന്ന് അറിയില്ല, ഫുള്ള് ചൊറിച്ചിലായിരുന്നു ഇന്നലെ ചന്തിക്ക്. എന്നിട്ട് അതാണ് ഇന്ന് വെറുതെ പറയുന്നത് കേട്ടോ, അവിടെ ചൊറിയുന്നുണ്ടെന്ന്. മരുന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അഭ്യാസമാണ്. ഓക്കെ, ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മുളകിട്ട മീൻകറിയും. എന്തൊരു കളർ എന്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനല്ല, നല്ല ചുവപ്പ് കളർ കേട്ടോ. ഒരു സൈഡിൽ മീൻ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെ കപ്പയും മീനൊക്കെ കണ്ണം കൊണ്ടുവന്നാണ്. അപ്പം കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പയും മീൻകറിയും ഒക്കെ റെഡി ആയിരുന്നു. ഇപ്പം മീനൊന്ന് വറുത്തതൊന്ന് വേവാനേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. മീമി കൂട്ടി തോടുമാമ കഴിക്കത്തല്ലേ മോ? എന്നിട്ട് കാണാൻ പറ. അങ്ങനെ നമുക്കിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് അക്ഷയയിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അക്ഷയയിൽ പോയി, പക്ഷെ പോയാലും നടന്നില്ല. ഒന്ന് പോയി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നേരെ പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വാങ്ങുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്കങ്ങനെ എടുത്തു തരാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട്, എടുത്തു തരാൻ ആൾക്കാരെന്നല്ല, കണ്ണന് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കണ്ണൻ ഓട്ടവും പാച്ചിലാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയാണ് എടുത്ത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 300 സംതിങ് ആയിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാരണം ഞങ്ങൾ അറിയാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെന്തോ വർത്തമാനം പറഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവനെന്തൊക്കെയോ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മറ്റേ അലമാരയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ എൻ്റെ അച്ചൂട്ടൻ്റെയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് അലമാര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം 300 സംതിങ് ഇത് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് അലമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ കുട്ടീൻ്റെ ഡ്രസ്സ് വെക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് വാങ്ങിയ കേട്ടോ. ലാഭമാണ്, 300ക്ക് ഒരു നഷ്ടമില്ല. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കായിരിക്കും ഞാൻ അതിൽ കുറേ ഇങ്ങനെ മാവിൻ്റെ പൂങ്കുല ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അതൊക്കെ കണ്ടു ഫുള്ള് മാങ്ങയാണ് കേട്ടോ. ഇത് കുറേയൊക്കെ കൊഴിഞ്ഞു പോവും, എന്നാലും ഇഷ്ടംപോലെ മാങ്ങയായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് എല്ലാത്തിലും അത്രയും മാങ്ങയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരിയിലാണ് കേട്ടോ ഇങ്ങോട്ട് താമസം മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് മാങ്ങ തന്നെയായിരുന്നു. ഇങ്ങനെ കൊലച്ച് കിടക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടെറസിൻ്റെ മേലേക്ക് പോകാന്നുള്ളത് കുറച്ച് സാഹസികമാണ്. കാരണം ഈ മാവിൻ്റെ ഇത് ഇങ്ങനെ താന്നിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതിനകത്താണ് ഇപ്പോൾ കുറേ പുഴുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മേലെ പോയി വന്നു. ശരിക്കും പറഞ്ഞാൽ വെള്ളം നോക്കാൻ പോയതായിരുന്നു കേട്ടോ.